ഈ വെള്ളാപ്പള്ളിയുടെ കെണിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു NSS. 8 ദിവസം മാത്രം നീണ്ടു നിന്ന ബാന്ധവം 8 നിലയിലാണ് പൊട്ടിയത്. ആരായിരിക്കാം എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വേർപിരിയേണ്ടി വന്നതും എന്നുള്ളത്. ഏറെക്കാലമായിട്ട് ഈ NSS SNDP ഐക്യം പറയുന്നുണ്ട്, മന്നത്ത് പത്മനാഭൻ്റെ കാലം മുതൽ. ഇനി ഇതൊരിക്കലും ഒരുപക്ഷെ ഉണ്ടാകില്ലായിരിക്കും, അല്ലേ? അങ്ങയുടെ ചോദ്യം തുടങ്ങിയെടുത്ത് തന്നെ എനിക്ക് ക്ഷമിക്കണം, എതിർപ്പ് പറയാനുണ്ട്. വെള്ളാപ്പള്ളിയുടെ കെണിയൊന്നും ആയിരുന്നില്ല അത്. വെള്ളാപ്പള്ളി വളരെ സകാരാത്മകമായ കേരളത്തിലെ വർഗീയതയ്ക്കെതിരെ നിൽക്കുന്ന സമൂഹം. കേരളത്തിൽ വർഗീയത എന്ന് പറഞ്ഞാൽ അത് ന്യൂനപക്ഷ വർഗീയതയാണ്. മറ്റുള്ളവരൊക്കെ അതിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പച്ചയായ പരസ്യമായി പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരിനുള്ളിൽ തന്നെ വർഗീയത, മറ്റേ അവരുടെ സമാന്തര സംഘടനകളും പ്രകടമായ വർഗീയത മുന്നോട്ട് വയ്ക്കുമ്പം ജമാഅത്തെ ഇസ്ലാമി അതെ അതെ നായാടി മുതൽ നസ്രാണി വരെ അതിനെ ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കണം. മറ്റുള്ളവർക്കും, അതായത് മുസ്ലിം ലീഗിന്റെ വർഗീയ പ്രസ്ഥാനങ്ങളോട് ഒപ്പം നിൽക്കുന്നവരും അവർക്ക് പിന്നണി ചേരുന്നവരും അല്ലാത്ത സമൂഹത്തിനും കേരളത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധം തീർക്കണം. അതിനൊരു തുടക്കമായിട്ട് വെള്ളാപ്പള്ളി NSSും SNDPയുമായി ഒരു ബന്ധമാകാമെന്ന് പറഞ്ഞെങ്കിൽ അതൊരു സാധ്യത തുറക്കലായിരുന്നു. അതിൻ്റെ പിന്നിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അതിൻ്റെ പിന്നാലെ എന്തൊക്കെ സംഭവിക്കാമായിരുന്നു എന്നുള്ളതും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും മറ്റു മേഖലയിലാണെങ്കിലും അത് വേറെ വിഷയം. പക്ഷെ ഐക്യമാകുന്നത് ഒരിക്കലും ഒരു കെണിയുമായിരുന്നില്ല, ഒരപകടവുമായിരുന്നില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങ് തന്നെ ചോദിച്ച ഒരു ചരിത്രത്തിലേക്ക് പോകണം. ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ ഭാരതത്തോടൊപ്പം നിൽക്കാഞ്ഞ, ആ സമരത്തിന് ഒപ്പം നിൽക്കാതിരുന്ന ഒരു പത്രസ്ഥാപനമാണ് മലയാള മനോരമ. അവരുയർത്തിയൊരു വർഗീയതയും ഉണ്ടായിരുന്നു. ആ വർഗീയ നിലപാടിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷുകാരുടെ ഭരണ തുടർച്ച ഭാരതത്തിൽ അവർ ആഗ്രഹിച്ചത് കൊണ്ട് ഒരു ഘട്ടത്തിൽ അവർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ അക്കാലത്ത് മഹാത്മാഗാന്ധി എന്ന് വിളിച്ചിട്ടില്ല. മനോരമ പത്രത്തില് സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് വരെ 1946 വരെ എഴുതിക്കൊണ്ടിരുന്നത് മിസ്റ്റർ ഗാന്ധി എന്നായിരുന്നു. പല കാര്യങ്ങളും എനിക്ക് പറയാനുള്ളതുണ്ട്, സമയക്രമം ഞാൻ പറയുന്നില്ല. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് വന്നപ്പം അവരാദ്യം ഭയപ്പെട്ടത് മന്നത്ത് പത്മനാഭനും ശങ്കരും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ട്, അത് വികസിച്ച ഒരു ഹൈന്ദവ ഏകീകരണം സംഭവിച്ചാൽ അന്ന് വരെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് എതിര് നിന്ന ഞങ്ങളുടെ വർഗീയ നിലപാടിന് സാധ്യത കുറവാണെന്ന് കണ്ടിട്ടാണ് അവരെന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് ഇവരെ പറഞ്ഞുവിടാനും ഹിന്ദുവരന്തരം പൊളിക്കുന്നതിനുള്ള ഉപജാപക ജോലികൾ ചെയ്യാനും, എന്തിന് ശബരിമലയ്ക്ക് തീ കൊടുത്തത് പോലും ഹിന്ദുവിനെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവിടെ ആ ബന്ധങ്ങളും തകർന്നു. കൂടുതൽ പകരം സമയമില്ല. പിന്നീട് വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലോ പച്ചയായ വർഗീയത, പട്ടം താണുള്ള മാറ്റി ശങ്കരെ കൊണ്ടുവന്നു. ശങ്കര വന്നു കഴിഞ്ഞിട്ട് ശങ്കരെ ഇറക്കി വിട്ട് പീച്ചിച്ചാക്കായി കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് വന്നപ്പം അതിന് തടസ്സം നിൽക്കാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി അനിവാര്യമായ ഒരു സാഹചര്യമായതുകൊണ്ട് കരുണാകരനെ മുഖ്യമന്ത്രിയാകുന്നതിന് അനുവദിച്ചെങ്കിലും പിന്നീട് കോൺഗ്രസിലെ A ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് അധികാരം പിടിച്ചപ്പോഴൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ മാത്രം, A ആന്റണിയോ ഉമ്മൻചാണ്ടിയെ മാത്രം
മുഖ്യമന്ത്രിയാക്കിയ രാഷ്ട്രീയമാണ് അവർ കളിച്ചത്. അവിടെ ഒരിക്കലും മതനിരപേക്ഷത ഒരു വിഷയമായിരുന്നില്ല. വയലാർ രവിയോ വക്കം പുരുഷോത്തമനോ അല്ലെങ്കിൽ ഏതെങ്കിലും എം എം ഹസനെ പോലുള്ള ഒരു മുസ്ലിം നേതാവോ ആവട്ടെ എന്ന് കരുതിയില്ല. പ്രകടമായ രാഷ്ട്രീയം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇക്കാര്യത്തിലേക്ക് വരാം. ഇവിടെ വരുമ്പോഴും ഞാനിത് പറയാനൊരു കാരണമുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് രാവിലെയോ ഇന്നലെയോ കേട്ട ഒരു ചർച്ച, ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഓഫറിനെ ആദ്യം സ്വീകരിച്ച സുകുമാരൻ എന്തിനാണ് 8 ദിവസത്തിനുള്ളിൽ അത് വേണ്ട എന്ന് വെച്ചതിൻ്റെ കാരണം പറയുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് അവർ സന്തോഷിക്കുകയാണ്. കാരണം പിണറായി വിജയനെയും CPM ഇറക്കാൻ വേണ്ടി BJP കൊണ്ട് എതിർപ്പിക്കണം. അങ്ങനെ BJP എതിർക്കാൻ വേണ്ടിയുള്ള പരിപാടികൾക്ക് വേണ്ട ഇന്ധനം കൊടുക്കും. പക്ഷെ ആത്യന്തിക ലക്ഷ്യം കോൺഗ്രസിനെയും സോണിയാഗാന്ധിയെയും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള മനസ്സിലെ അജണ്ടയുള്ള ചില മാധ്യമങ്ങളുണ്ട് ഇവിടെ. മറുനാടൻ തുടങ്ങിയ മാധ്യമങ്ങളുടെ ലക്ഷ്യം അതാണെന്നുള്ളൊരു സംശയമൊന്നുമില്ല. പക്ഷെ ചർച്ചകളിൽ വരുന്നവരും ചിലർ അങ്ങനെയുണ്ട്. അവരിൽ ഒരാൾ ഇന്നലെ ഒരു മാധ്യമത്തിൽ പറഞ്ഞതാണിത്. അതായത് നോക്കണം, കേരള കൗമുദിയുടെ കൊടുത്ത ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നത്, അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞാൽ അത് NSS നഷ്ടമാകും. 16% NSS ഉള്ളൂ, നായരുള്ളൂ. 25% ഈഴവരുള്ളപ്പം അത് ഈഴവർക്ക് പ്രാമുഖ്യമുള്ള ഐക്യപ്പെടലായിട്ട് വരുന്നതിന് അപകടം കണ്ടിട്ടാണ് സുകുമാരൻ നായർ വേണ്ടെന്ന് വെച്ചതുപോലെ. അതേ സുഹൃത്ത് പറയില്ല, കേരളത്തിൽ കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം കൂടുതലായിട്ടുണ്ട്. തൻ്റെ സമൂഹമായ മർത്തോമാ സമൂഹം വേറിട്ട് നിൽക്കണമെന്നും ക്രിസ്ത്യൻ ഐക്യതയിൽ ഒന്നിച്ചാവരുമെന്നും ആ പാനലിസ്റ്റ് ഒരിക്കലും പറയില്ല. മറ്റൊന്ന് പറഞ്ഞു, ഇത് BJPക്ക് അപകടം കണ്ടുകൊണ്ട് ശ്രീധരൻപിള്ള സാറ് പോയി കണ്ട കൂട്ടത്തിലാണ് ഇത് വേണ്ടെന്ന് വെച്ചത്. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഞാൻ സംക്ഷിപ്തമായിട്ട് ചോദിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു. NSSന് മതനിരപേക്ഷമായ ഒരു കാഴ്ചപ്പാടുണ്ട് പോലും എന്ന് പറഞ്ഞാൽ SNDPക്ക് അതില്ലെന്നല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരുൾപ്പെടെ ഉൾക്കൊള്ളുന്ന അദ്ദേഹം സ്ഥാപിച്ച SNDPക്ക് മതേതര സമീപനം ഇല്ലെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ NSSനെയും SNDPയെയും തമ്മിൽ തള്ളിക്കുന്നതിൽ നേട്ടമുള്ളൊരു വിഭാഗം കേരളത്തിലെ പത്രപ്രവർത്തകരിലും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബുദ്ധിജീവികളിലും പോലുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എവിടെ നിന്ന് ആര് പാര വെച്ചിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു കാര്യം പ്രകടമാണ്, ശബരിമല ആഗോള സംഗമത്തിന് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും ഒക്കെ വിളിച്ച് NSSന്റെയും SNDPയുടെയും പിന്തുണ നേടാൻ ശ്രമിച്ച പിണറായി വിജയന് ഈ നീക്കത്തിൽ കൈയില്ല എന്ന് പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ആശയത്തിൽ, അതായത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അടങ്ങുന്ന വർഗീയ വിഭാഗങ്ങൾക്ക് പ്രാധാന്യമുള്ളൊരു ഭരണകൂടം വരുന്നതിൽ നിന്ന് ഹൈന്ദവ സമൂഹത്തിൻ്റെ തലത്തിൽ നിന്നും പ്രതിരോധം ഉയർത്തുവാൻ വേണ്ടി സഖാവ് പിണറായി വിജയൻ ഒരു വർഗീയ കളി കളിച്ചോ എന്ന് സംശയിക്കാവുന്നതാണ്. ഇവിടെ ഇന്നലെ ഞാൻ ഈ പറഞ്ഞ ആ ചാനൽ വിദഗ്ധൻ്റെ വേറൊരു കാര്യം പറഞ്ഞു. അത് വേറൊന്നുമല്ല, 986 EM മുസിങ്ങിൻ്റെ മതനിരപേക്ഷ നിലപാടെടുത്ത് വിജയിച്ചു എന്ന് അദ്ദേഹം ഒരു കാര്യം മറന്നുപോയി. EMS നിലപാട് അന്നെടുത്തതേ വെറുതെ ഒന്നുമല്ല. നിലയ്ക്കൽ പ്രശ്നത്തിൽ ഹിന്ദുവിനെതിരെ സ്വതന്ത്ര ഭാരതം കണ്ട, സ്വതന്ത്ര കേരളം കണ്ട ഏറ്റവും വലിയ വെല്ലുവിളി നിലയ്ക്കൽ പ്രശ്നത്തിൽ ഉയർത്തിയപ്പം കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒന്നായി നിന്ന് പ്രതിരോധിക്കുന്നത് കണ്ട് ആ പ്രതിരോധത്തിൻ്റെ ശക്തിയിൽ നിലയ്ക്കലെ അധിനിവേശ ശക്തികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നപ്പം ഹിന്ദുവിൻ്റെ വികാരം ഒന്ന് ഉണരുകയായിരുന്നു.
അന്ന് ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ് വോട്ട് മേടിക്കാൻ വേണ്ടി BJPയും ജനസംഘമൊന്നുമില്ല, ഇല്ലായിരുന്നു. ശക്തമായിരുന്നില്ല. ബുദ്ധിമാനായ EMS രാഷ്ട്രീയ ബുദ്ധി അങ്ങനെയായിരുന്നു. അദ്ദേഹം പ്രചരിച്ചു. അതുകൊണ്ട് കൺസോളിഡേറ്റഡ് ഹിന്ദു വോട്ട് സമ്പാദിച്ച് വേണം അടുത്ത ഇലക്ഷനെ മത്സരിക്കുന്നു വിചാരിച്ചു. ഇത് അദ്ദേഹം 57-ലും ചെയ്തതാണ്. അദ്ദേഹത്തെ 57-ലും മുസ്ലിം വർഗീയതയും ക്രിസ്ത്യൻ വർഗീയതയും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഹൈന്ദവ പക്ഷത്തിൻ്റെ വോട്ട് ചോദിച്ച് പറഞ്ഞു വാങ്ങിയ EMS സർക്കാർ കൊണ്ടുവന്നു, അല്ലാതെ കമ്മ്യൂണിസം പറഞ്ഞിട്ടൊന്നുമല്ല. ഈ നിലയ്ക്കലിന് ശേഷമുള്ള ഇലക്ഷനും EMS പറഞ്ഞു, പള്ളിക്കാരോട് ടാറ്റ ബൈ ബൈ പറയുക, പട്ടക്കാരോട് ടാറ്റ ബൈ ബൈ പറയുക, മുള്ളമാരോട് ബൈ ബൈ പറഞ്ഞിട്ട് വന്നാൽ മതി, INL-കാരനും കേരള കോൺഗ്രസ്സുകാരനും ഒക്കെ ഞങ്ങളോട് നിൽക്കുന്നു, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ പറഞ്ഞു. പാർട്ടിയെ മതനിരപേക്ഷ രൂപത്തിലേക്ക് മാറ്റി ഹിന്ദുവിൻ്റെ വോട്ട് മേടിച്ച് വിജയിച്ചു. പിണറായി വിജയനും ഒരുപക്ഷെ ഇപ്പോൾ ആശ്രമത്തിലായിരിക്കും. അതെന്തുവാട്ടെ, ആ ശ്രമമാണ് പൊളിഞ്ഞത്. ആ ശ്രമം പൊളിഞ്ഞത് കാര്യം വേറെ, അത് പിന്നെയും പൊളിക്കാമായിരുന്നു. ഒന്നിച്ചു വന്നുകൊണ്ട് അവരോട് പോകണമെന്നില്ല, ആരുടെയും കൂടെ ഇല്ലാത്ത സമദൂരം എടുക്കാമായിരുന്നു. രണ്ടു കൂട്ടരും ചേർന്നിട്ട് സമദൂരം ആകാമായിരുന്നല്ലോ. അതിന് സാധിച്ചില്ല, കുറ്റം പറഞ്ഞാൽ പോരെ. ഇതിനിടയ്ക്കൊരു കാര്യം ഉണ്ടായി, പലരും ചർച്ച ചെയ്യാത്ത വിഷയമാണ്. ശ്രീധരൻപിള്ള സാറ് പോയത് വാർത്തയായി. അതിനു കൊടിക്കുന്നിൽ സുരേഷ് പോയിരുന്നു. ആ കൊടിക്കുന്നിൽ സുരേഷ് ചെന്നിട്ട് പറഞ്ഞു കൊടുത്ത വാക്ക്, BJ സതീശനല്ലേ നിങ്ങൾക്ക് പ്രശ്നം, UDF ജയിച്ചു വന്നാൽ സതീശനെ നിയമസഭയ്ക്കകത്ത് കയറ്റാതിരിക്കാനുള്ള പണി ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ പറയുന്നയാളെ ആരെങ്കിലും മുഖ്യമന്ത്രിയാക്കാം, തൽക്കാലം ഈ കൂട്ടായ്മയ്ക്ക് പോകരുതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിട്ടാണോ ഈ പെരുന്നയിലെ പോപ്പ 8 ദിവസത്തിനുള്ളിൽ തന്നെ തനിനിറം കാണിച്ച് കാലുവാരി, ഐക്യശ്രമത്തിന് കാലുവാരി? മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അദ്ദേഹം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ഒന്നുമല്ല. ഈ ചാനൽ ചർച്ചക്കാരൻ വേറൊന്നുകൂടെ പറഞ്ഞു, നായർ സമുദായത്തിൻ്റെ ആചാര്യനെന്ന്. നായർ സമുദായത്തിന് ഒരാചാര്യനേ ഉള്ളൂ, അത് മന്നത്തുൽ അബ്രാഹ്മനാണ്. അതുപോലെ SNDPക്ക് ഒരു ഗുരുഭഗവാനേ ഉള്ളൂ, അത് ശ്രീനാരായണ ഗുരുദേവനാണ്. വെള്ളാപ്പള്ളി നടേശനെയോ ഗുരുദേവന് തുല്യമോ കുമാരനാശാന് തുല്യമോ ഒന്നും ആക്കാൻ ആരും ശ്രമിക്കുകയും വേണ്ട. സുകുമാരൻ നേരെ തൊട്ട് ആചാര്യനാക്കാൻ നോക്കണ്ട. അങ്ങനെയൊക്കെ രണ്ടു കൂട്ടരുടെയും പക്ഷം പിടിച്ചു നിന്ന് ഒരു രാഷ്ട്രീയം പരിശ്രമിക്കുന്ന, ആ വർഗീയത ഉള്ളിൽ കരുതുന്ന രാഷ്ട്രീയ ചിന്തയുണ്ടല്ലോ, അവരത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും സമയക്കുറവുകൊണ്ട് ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു. 1920-കളിൽ മന്നത്ത് പത്മനാഭനും TK മാധവനും ഒക്കെ രണ്ട് സമുദായത്തിലും നിറഞ്ഞു നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. TK മാധവനെ ഇളയ സഹോദരനെ പോലെ കണക്കാക്കിയിരുന്ന മന്നത്ത് പത്മനാഭനും മന്നത്തിനെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കണക്കാക്കിയിരുന്ന TK മാധവനും അവരുടെ വീടുകളിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പരസ്പരം ആശ്ലേഷിച്ച് ഒന്നായിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് കേരളത്തിൽ തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ അത് ഇവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പോലും, വെള്ളാപ്പള്ളിയുടെയോ അല്ലെങ്കിൽ സുകുമാരൻ നായരുടെയോ ഒന്നും നേതൃത്വത്തിൽ അല്ലെങ്കിൽ പോലും, ജനങ്ങൾ, രണ്ടു വിഭാഗത്തിലെ ജനങ്ങൾ സ്വയം തീരുമാനിച്ച് അങ്ങനെ ഒരു യോജിപ്പിലേക്ക് വരുന്നതിനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെന്തായാലും ആ കാര്യത്തിന് വഴിമുടക്കുന്നത് ദുശകുനമാണ് പെരുന്നയിലെ പോപ്പെന്ന് എടുത്തു പറയാൻ വ്യക്തിപരമായിട്ട് എനിക്കൊരു മടിയില്ല, ഒരു ഭയവുമില്ല. അതുതന്നെയാണ് എൻ്റെ വ്യക്തമായ സുചിന്തിതമായ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.